ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എന്താണെന്നറിയാം കാണിച്ചു തരാൻ പോകുന്നുള്ളത് നമ്മൾ ബിരിയാണിക്കൊരു സ്വാദ് കൂട്ടാനും അതുപോലെ തന്നെ മന്തി പ്രിപ്പയർ ചെയ്യാനൊക്കെ ഒരു നല്ലൊരു കിടിലനായിട്ടുള്ള ഗരം മസാല നമ്മൾക്ക് ആവശ്യമുണ്ട് അല്ലേ. ഈ മസാലക്കൂട്ടാണ് എല്ലാത്തിനെയും ആ ഒരു ഫ്ലേവർഫുള്ളാക്കി വെക്കുന്നുള്ളത്. അപ്പം അതിൻ്റെ ഈ കൂട്ട് എന്താണെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോയാലോ. ഇന്ന് ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ മസാലാസ് എടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റാർ അനീസ് വേണം, അതുപോലെ തന്നെ കാടമം, ഏലക്ക, പിന്നെ ഗ്രാമ്പൂ, ഇതൊക്കെ എല്ലാം ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. നമ്മൾ ഉണക്കമുളക് കുറച്ച് കുറവെടുക്കുക, പിന്നെ 2 നട്ട്മഗ്, അപ്പോൾ നിങ്ങൾ കുറവാണെങ്കിൽ 1 എടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു ഫ്ലവർ ഇതിനേക്കാളും കുറച്ച് കുറവ്, പിന്നെ നമ്മുടെ കറുവപ്പട്ട, ബേ ലീവ്സ്, പിന്നെ അതുകൂടാണ്ട് നമ്മൾക്ക് അതേ കണക്കിൽ തന്നെ കുരുമുളക്, ഇടിയായിട്ടുള്ള കുരുമുളക് കേട്ടോ. പിന്നെ നല്ല ജീരകം എടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷാസീറ, ഇത് കുറച്ച് കുറവാണ് കേട്ടോ എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം, പെരിഞ്ജീരകം കുറച്ച് കൂടുതൽ എടുക്കണേ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ മല്ലി, ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ എടുക്കുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് കറുവപ്പട്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണേ. അപ്പോൾ ഉമ്മ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ടാണ് ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുള്ളത്. നമുക്കൊരു പാൻ എടുത്തിട്ട് ഇതൊക്കെ റോസ്റ്റ് ചെയ്യണം. അപ്പോൾ കറുവപ്പട്ട, ബേ ലീവ്സ്, അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. അതിലേക്ക് നട്ട്മഗ് കുത്തി പൊട്ടിച്ചതും ഏലക്കായും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ അനീസ് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ചെയ്യുന്നുള്ളത്. പിന്നെ നമുക്ക് ഗ്രാമ്പ് ഇട്ട് കൊടുക്കണം. അപ്പം ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളത്. പിന്നെ മറ്റേ ഫ്ലവറിൻ്റെ ആ സംഭവങ്ങളില്ലേ, അതൊക്കെ നമുക്ക് കുറേശ്ശെയായിട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഇത് റോസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സൊക്കെ കാണാം. നമ്മൾ ഫസ്റ്റ് തന്നെ ജീരകം ഒന്നൊന്നും ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നടുവാക്കിയിട്ട് ഇവിടെ മല്ലി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം മല്ലിക്ക് കുറച്ച് കൂടുതൽ സമയം നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഉണക്കമുളകും അതുപോലെ തന്നെ നല്ല ജീരകവും കുരുമുളകും ഇത്ര സാധനങ്ങളിട്ടിട്ട് ജസ്റ്റ് നമുക്ക് ഇതിനെ വാട്ടിയിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയിട്ട് വരും. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ടാവേ. പിന്നെ അതുപോലെ തന്നെ ഇനി പെരിഞ്ജീരകം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഷാർജീര നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ആഡ് ചെയ്യുന്നുള്ളത്. കാരണം അതിന് ഒരുപാട് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ മുളക് നല്ലോണം കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് എടുത്ത് മാറ്റണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി പിന്നെ ഷാർജീറയും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരു 5 to 6 minutes വരെ നിങ്ങൾ റോസ്റ്റ് ചെയ്താൽ മതി. കൂടുതൽ റോസ്റ്റ് ചെയ്താൽ ഇതിൻ്റെ എല്ലാ സ്മെല്ലും പോകട്ടെ, അരമ ഫുള്ളായിട്ട് പോകും. നമ്മളിങ്ങനെ ഓരോന്നായി പൊടിച്ചിട്ട് ഈ ചൂടുള്ള പാത്രത്തിലോട്ടേക്ക് തന്നെ, അതായത് നമ്മൾ റോസ്റ്റ് ചെയ്ത ഫസ്റ്റത്തെ ഫ്രൈ പാനില്ലേ അതിലേക്ക് തന്നെ ഓരോ ബാച്ചസ് ആയിട്ട് നമ്മൾക്ക് ഇങ്ങനെ കുറേശ്ശെയായിട്ട് നമ്മളെ ചട്നി ഗ്രൈൻഡറിൻ്റെ പൊടിച്ചിട്ട് നമുക്ക് എല്ലാം മസാലാസും ഒന്ന് എടുക്കണം കേട്ടോ. ഇനി ഇത് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇതേ ഹീറ്റിൽ നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് പൊടിക്കുന്ന സമയത്ത് ഏതൊക്കെ ഒന്നിച്ചിട്ടായി എന്ന് നമുക്കറിയില്ല. അപ്പോൾ നന്നായിട്ട് ചൂടാറിയ പിന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് നമ്മളെ ഗരം മസാല സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. കുറേ മാസം വരെ നമുക്കിത് നിൽക്കും കേട്ടോ, ഒരു കേട് കൂടാണ്ട് നിൽക്കും. അപ്പോൾ നല്ല ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള നല്ല അടിപൊളി ഗരം മസാലയാണ്. ഇതാണ് എൻ്റെ മിക്ക റെസിപ്പീസിലും ഞാൻ ഗരം മസാല യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഗരം മസാലയാണ്. നിങ്ങൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുക. നല്ല അടിപൊളി ഗരം മസാലയായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ നിഷ്വന സൈനിങ് ഓഫ്. ബൈ, അസ്സലാമു അലൈക്കും.